എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ഗ്യാരണ്ടീസ് പ്രോഗ്രസ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണം എന്ന അതിയായ ആഗ്രഹമുണ്ടാകാം. ചിലപ്പോൾ ഒരു കാര്യമായിരിക്കില്ല, ഒന്നിൽ കൂടുതൽ കാര്യങ്ങളായിരിക്കാം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നേടിയെടുക്കാനായിട്ട് പല കാര്യങ്ങളും പരിശ്രമിക്കുന്നുണ്ടാകും. ഒടുവിൽ ഒരുപക്ഷെ നമ്മൾ നേടിയെടുക്കുന്നുണ്ടാവും. പക്ഷെ അത് നേടിയെടുത്തതിന് ശേഷം അടുത്തത് എന്ത് എന്ന ചോദ്യം പലപ്പോഴും നമ്മളോട് ചോദിക്കാറില്ല. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. എൻ്റെ ആഗ്രഹം ഇപ്പം 1 കോടി രൂപ പണം സമ്പാദിക്കണം എന്നാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ അതിനുവേണ്ടി പല കാര്യങ്ങളും ചെയ്തു, പരിശ്രമിച്ചു, ഞാൻ കഠിനമായിട്ട് അധ്വാനം ചെയ്തു, ഇതെല്ലാം ചെയ്തു. പക്ഷേ ആ 1 കോടി രൂപ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ആ 1 കോടി രൂപ എത്രയും വേഗം ചെലവഴിച്ച് തീർക്കുക എന്നുള്ളതാണോ? പല ആളുകൾക്കും പറ്റുന്ന ഒരു അബദ്ധം അത് തന്നെയാണ്. വളരെ കഷ്ടപ്പെട്ടായിരിക്കും ഒരു സ്ഥാനത്ത് അവർ എത്തിയിരിക്കുന്നത്, ഒരു ലക്ഷ്യം അവർ നേടിയെടുത്തത്. പക്ഷെ അതിനുശേഷം എന്ത് ചെയ്യണം എന്നറിയാതെ ആ ഒരു അവസ്ഥയിൽ പെട്ടുപോവുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ പറയുന്നത് അത്രേ ഉള്ളൂ. നമ്മൾ ഒരു കാര്യം നേടിയെടുത്തു കഴിഞ്ഞാൽ അടുത്തത് എന്ത് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിച്ച് തുടങ്ങുക. ഒരു ദിവസം പോലും അല്ലെങ്കിൽ ഒരു നിമിഷം പോലും പാഴാക്കി കളയരുത് എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് നമുക്കൊരു പക്ഷേ തോന്നുന്നുണ്ടാവുമായിരിക്കും 60 വർഷം അല്ലെങ്കിൽ 70 വർഷം അല്ലെങ്കിൽ 100 വർഷം വരെ നമ്മൾ ജീവിക്കും. ചിലപ്പോൾ ജീവിക്കുമായിരിക്കും, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അത്രയും കാലം നമ്മൾ ജീവിച്ചാലും ശരിക്കും ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ആയുസ് വെച്ച് നോക്കുമ്പോൾ ഒരു മനുഷ്യായുസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പോൾ ഈ ചെറിയ അല്ലെങ്കിൽ ചുരുങ്ങിയ ഈ ഒരു കാലം കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം നമ്മൾ എന്തൊക്കെ നേടി എന്നുള്ളതും പ്രധാനമാണ്. പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി ആണെങ്കിൽ പോലും നമ്മൾ എന്തൊക്കെ ചെയ്തു. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുത്തു, നമുക്കതിൽ സന്തോഷമുണ്ടെങ്കിൽ നല്ല കാര്യം. പക്ഷെ അവിടെ നിന്നും അടുത്ത പടിയായിട്ട് ഒന്നുകിൽ നമുക്ക് തന്നെ എന്തെങ്കിലും നേടിയെടുക്കുക. ഇനി അതുമില്ല, അങ്ങനെ ലക്ഷ്യമേ ഇല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ചുറ്റുമുള്ളവർക്ക് ഈ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ആണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാം. അത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജീവിതയാത്ര എന്ന് പറയുന്നത് നല്ല സുഖകരമായ ഒരു യാത്രയായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മടക്കയാത്ര എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു അവസ്ഥയായിരിക്കാം. നമുക്കെല്ലാം ഒരുപക്ഷെ നഷ്ടപ്പെട്ടെന്ന് വരാം. അപ്പം അതുകൊണ്ട് നേട്ടങ്ങളിൽ നിന്നും നേട്ടങ്ങളിലേക്ക് നമ്മൾ പോവുക. അതല്ലെങ്കിൽ പുതിയ പുതിയ ലക്ഷ്യങ്ങൾ നമ്മുടെ മനസ്സിൽ, അത് വലിയ വലിയ കാര്യങ്ങൾ തന്നെ ആവണം നിർബന്ധമില്ല. ഒരുപക്ഷെ ആദ്യത്തെ ലക്ഷ്യം വളരെ വലുതായിരുന്നു, രണ്ടാമത്തെ ചെറുതാണെങ്കിലും കുഴപ്പമില്ല. നിരന്തരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ, നമ്മുടെ കർമ്മം നമ്മൾ നിരന്തരമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം എല്ലാവർക്കും ഇതേപോലെ തന്നെ മടി പിടിച്ചിരിക്കാതെ നമ്മൾ നിരന്തരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും ആസ്വദിക്കാനും നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. കാരണം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളതല്ല, ആ യാത്ര ചെയ്യുമ്പോഴാണ് ശരിക്കും ഒരു മനുഷ്യനായി മാറുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ രീതിയിലുള്ള ഒരുപാട് അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുവഴി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനും നേടിക്കൊടുക്കാനും സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു.